കഴിച്ചപ്പോൾ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച പുലർച്ച പുലർച്ച നമ്മളെത്തിക്കണവിടെ നാളേക്കുള്ള ടിക്കറ്റിന് വേണ്ടി വന്നതാണ് നമ്മൾ ഉറക്കം വെച്ചു. അപ്പം നമ്മളിപ്പോൾ സൂരജ് വന്നിട്ടുണ്ട്. സൂരജ് ഉറക്കമൊന്നുമില്ല. നാളെ പോണത് നമ്മൾ പൊട്ടാ. വെള്ളിയാഴ്ച അല്ലേ നാളെ ശനിയാഴ്ചയാ. നാളെ വെള്ളിയാഴ്ച പോടാ. ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ റിസർവേഷൻ കൗണ്ടറിൽ പോവാണ്. അവിടെ പോയിട്ട് തൽക്കാലം ക്യൂ വെക്കണം. നാളേക്ക് സ്ലീപ്പർ പോകാനുണ്ട്, അല്ലാണ്ടെങ്കിൽ ജനറൽ പോകുന്നുണ്ട്. ഓക്കെ, ഏതുകൊണ്ട് സൂരജ് വേണ്ട, ബാക്കിയൊന്നും വന്നില്ല. ഇപ്പോൾ തന്നെ ക്യൂ ഉണ്ട്, പക്ഷെ കിട്ടും എന്ന് ഉറപ്പില്ല. പക്ഷെ നമ്മൾ പോയി ട്രൈ ചെയ്യാൻ ഫെയിൽ ചെയ്യണം എന്നല്ലേ. ഓക്കെ, 2:30 അവിടെ എത്തി. അപ്പോൾ അവിടെ ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് അവിടെ വെക്കണം. പിന്നെ രാവിലെ 7 മണിയാകുമ്പോൾ വന്നിട്ട് അവർ ടോക്കൺ തരും. അതിന് മുമ്പ് തന്നെ ഓരോന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ 11 മണിക്ക് വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഫോമൊക്കെ വന്ന് ഫില്ല് ചെയ്ത് നമുക്കൊന്നും അറിയില്ല, നമ്മൾ ഫസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരു ചങ്ങായി പറഞ്ഞ വെച്ചൊക്കെ അടിപൊളിന്ന് നമുക്കെല്ലാം പറഞ്ഞു തന്ന് ഞങ്ങൾ അവിടെ നിന്ന് അവസാനം അവിടെ പോയി ഇരുന്ന് കാല് രാവിലെ 7 മണി ഒരു ഒറ്റ എടുത്ത് 2 മണിക്ക് വന്നിട്ട് പറഞ്ഞാതെ ഞാനിങ്ങനെ നിൽക്കുക ഷീറ്റ് കെട്ടി പറഞ്ഞു. പിന്നീട് പോലീസൊക്കെ വന്ന് ബീഹാറികൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ പോലീസ് ഫോട്ടോ എടുത്ത് ക്യൂ എടുത്തിട്ട് ഞങ്ങളോട് പറഞ്ഞവിടെ പോയി നമ്മളെയും കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതായത് ഉറക്കമൊന്നുമില്ലാതെ നമ്മൾ വെയിറ്റ് ധരിക്കുക. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ബാക്കിലൊക്കെ ആൾക്കാരുണ്ട്, ഫ്രണ്ടിലെ ആൾക്കാരുണ്ട്. സോ കാണാൻ പോകാം. ഇതുവരെ ടിക്കറ്റൊന്നും കൺഫേം ആയിട്ടില്ല. ടിക്കറ്റില്ല എങ്ങനെ തന്നെ ടോക്കൺ നമ്പർ തന്നിട്ട് കിട്ടുന്നു. ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് ടോക്കൺ നമ്പർ നമുക്ക് തന്നെ ഇല്ലടാ. ബാക്കി പറയണം കുറച്ച് അവനാണോ കഴിച്ചു. ടോക്കൺ നമ്പർ നമുക്ക് തന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ 11 മണിക്ക് വരാറുണ്ട്. അപ്പം നമ്മൾ 11 മണിക്ക് വരും. വീണ്ടും 10 തന്നെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലെത്തി. എന്നിട്ട് ഇതേപോലെ നിർത്താൻ കാണുന്നത്. കാരണം ഫസ്റ്റ് വിളിച്ചത് AC കോച്ചുകാർ. ഞങ്ങൾ സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാനും ചങ്ങായി ടിക്കറ്റ് അങ്ങനെ അവസാനം കിട്ടി. നമ്മളിന്ന് കഷ്ടപ്പെട്ടതൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ കോളേജിലേക്ക് പോവാണ്. കോളേജിൽ പരിപാടിയാണ്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. പരിപാടിക്ക് പോകുമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ബട്ട് എന്ത് ചെയ്യാനാ, ബാങ്കിൽ പോയിട്ട് വരും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ATM കാർഡിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് ശരിയാക്കി ബാങ്കിൽ പോയിട്ട് പക്ഷെ എന്നെ വായിക്ക് ഒടുക്കത്തെ വിശപ്പ്. നമ്മൾ ഫുഡ് കഴിക്കാതെ ടിക്കറ്റിന് വേണ്ടി ഒരു ടിക്കറ്റ് സെറ്റായിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് സെറ്റായി. നമ്മളിനി ഫുഡ് അരി ഇത് വേറെ ഒന്നുമില്ല, നമ്മുടെ സ്വന്തം NSSന്റെ ഫ്ലാഗാണ്. ഫ്ലാഗ് അടിച്ചതാണ്. കാരണം മണ്ണിലെ പോയിട്ട് ഫ്ലാഗ് ഒന്ന് വീശാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ട്. ഫ്ലാഗ് നമ്മൾ അടുത്തുള്ള ഫ്ലാഗ് സെറ്റ്. ഫ്ലാഗ് സെറ്റ് ആയില്ലേ? ഫ്ലാഗ് സെറ്റ്. ഇപ്പം നമ്മൾ സാധനം വന്നപ്പോൾ ബാലിലെട്ടി ഹായ് പറ. ഹായ് ബ്രോസ്. അപ്പോൾ ഞങ്ങൾ സാധനം പർച്ചേസ് ഒക്കെ ചെയ്തിട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്ത് പെടുന്നതാണ്. ഓക്കെ റൂം കൊടുത്തേ. എന്താ പറയുക വെച്ചാൽ നമ്മൾ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. അവിടെ പോയിട്ട് ക്യൂ വന്നാൽ മതി. നീ നടക്കുന്നുണ്ടോ കേട്ടോ? അപ്പോൾ അവിടെ പോയി ക്യൂ വന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. അത്രേ ഉള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് ആരൊന്നും ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. എന്തിനാ അറിയാൻ കമൻറ്റ് ചെയ്യുക. കാര്യം ഞങ്ങൾ അനുഭവിച്ചതാണെല്ലാം. അപ്പോൾ എക്സ്പീരിയൻസ് ത്രൂ റിയാലിറ്റി. ഞാൻ സ്കൂട്ടി മാത്രം ഓടിച്ചു. ശരിയാണ് കാഴ്ച. ഏതു എന്നെ വിളിച്ചു എന്ന് ശരിയാണ്. പിന്നെ അവിടെ പോയി പട്ടിയെ പോലെ കിടന്നു തുടങ്ങിയത്. പോലീസ് ഒന്ന് ടോർച്ച് വെച്ചിട്ട് പോലും എണീച്ചിട്ടില്ല. അമ്മാതിരി ഉറക്കം ഉറങ്ങിയത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നോട് ചോദിച്ചു ഇത് ആരാ ബംഗാളിയാണോ? അല്ല, എൻ്റെ ഒപ്പം വന്നതാണ്. അത്രയും വരെ സാഹചര്യത്തിൽ അപ്പോൾ കാഴ്ച. അപ്പോൾ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഞങ്ങൾ 5 പേര് ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്നോട് വന്ന് ചോദിച്ച് ഇവരൊന്നും ഇല്ലേ, ആയത്തിനില്ലേ, ഡൽഹി സാറില്ലേ. ഡൽഹി ഇല്ലാതെ ഡൽഹിയിലേക്കുള്ളൊരു യാത്ര, അത് തന്നെയാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ. വീട്ടിലേക്ക് പോകാൻ മേല അവർക്ക്. കാരണം ഇവർ ഇവിടെ വയനാട് വരെ പോകുന്നുണ്ട്. ഇവരെ കോളേജിൽ വയനാട്, അതായത് എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവരില്ലാത്തിട്ടോ ഗൈസ്. ആദ്യ ഹാപ്പി അല്ലേ? മുമ്പ് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ പോയി. ഈ 3 നായ്ക്കളേറ്റം അവരെ വെടിക്കഥ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പോകുന്നുണ്ട്. പക്ഷേ അത് പൂനെ ജംഗ്ഷനിലേക്കുള്ള സൂപ്പർ ഫാസ്റ്റ്. നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യുവാണ്. ആരുണ്ട്? ഏതോ കുട്ടാപ്പി എത്തിയിട്ടുണ്ട്. കുട്ടാപ്പി ട്രെയിൻ കയറാൻ മാമിലെ ഞങ്ങൾ കുട്ടാപ്പി രാജു വന്നിട്ടുണ്ട്. രാജു ബൈ ഫോൺ എന്നാ കലിപ്പ എങ്ങനെ
എന്ത് സാലി സാലി എന്തൊക്കെ പറയുന്നുണ്ട് ഗായ്സ്. അപ്പൊ നമ്മൾ ട്രെയിൻ സൂര്യത്തിലുണ്ട്. ട്രെയിൻ ഇപ്പൊ ഇവിടുന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ റീൽ എടുക്കാണ്ട് അതായത് ജാടാക്കാം. ഏതോ അപ്പൊ നമ്മളെവിടെ പോവായതു? നമ്മൾ ഡൽഹിക്ക് പോവാൻ. ശരിക്കും ഡൽഹി. ഈ ഡൽഹി അല്ല കേട്ടോ, ഡൂപ്പ് ഡൽഹി അല്ല, ശരിക്കും ഡൽഹിയിലേക്ക് പോവാ. ഡൽഹി ഞങ്ങളെ യാത്രയാക്കാൻ ഡൽഹി വന്നിട്ടുണ്ട്. ഡൽഹിയിലേക്ക് യാത്ര ഡൽഹി ഉണ്ട് എന്നില്ല. സാലി നമ്മൾ പോകട്ടെ. സാലി പിന്നെ കുടുന്നൊക്കെ എത്തിയിട്ടുണ്ട്. ടാപ്പിക്ക് വിഷമോ? സാരി യാത്തോണ്ട് വിഷമോ? നമ്മൾ ട്രെയിൻ ഇവിടുന്ന് ആളെ വരുന്നത്. നമ്മൾ ട്രെയിൻ ഇവിടുന്ന് വരുന്നത്. ബൈ ബൈ ചെക്കമാറ. നമ്മൾ ട്രെയിൻ കയറ്റിട്ടുണ്ട്. ഗായ്സ് ഇപ്പം നമ്മൾ ട്രെയിൻ കയറ്റിട്ടുണ്ട്. ട്രെയിനിൽ നമ്മൾ സീറ്റും കിട്ടിയിട്ടുണ്ട്. ഇപ്പം ട്രെയിൻ ആലപ്പുഴയല്ല സമുദ്രത്തിന്റെ ഈ വാഴപ്പുഴ പോകണത് അറിയാം. പിന്നെ ഞാൻ എന്നാത്തിനാ കാണുന്നത്? ഇതൊരു അറ്റൻഡ് അടിക്കുന്ന വര എടുക്കുന്നു. എന്താണ് കണ്ണാടിയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ ട്രെയിനിന്റെ ഏകദേശമായി ഇവിട്ടായിട്ട് വരും. ആളുകളൊക്കെ ഇവര് വന്നിട്ടുണ്ട് എല്ലാവരും കേട്ടോ. അപ്പൊ നമ്മുടെ എത്തുന്നത് വരെ ഇത് ഇരുട്ട്, പുറത്ത് ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ചമടി ലക്ക. ഓക്കെ, ഉള്ളിക്കാൻ വരെ നമ്മൾ ട്രെയിൻ ഏകദേശം കോയമ്പത്തൂർ അഭിലാഷൊന്നും പറ്റിയില്ല. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് സൊമാറ്റോ. എങ്ങനെ നമ്മൾ ട്രെയിനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ കൂടി പറഞ്ഞു തരാൻ പോവാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് നമുക്ക് കോയമ്പത്തൂർ എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് അടിച്ചിട്ടുള്ളത് 18+ ആയി പോയി. നമ്മൾ സാധനമായി 81. നമ്മൾ സൊമാറ്റോ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ട് വരാം. സൊമാറ്റോ ബുക്കില്ലേ വീട് ഓണാക്കി ഫുഡ് കഴിക്കാൻ ഓല് വെച്ചിട്ട് നമ്മൾ ഭയങ്കര പ്രശ്നമാണല്ലോ ആ ചെങ്ങായി. ടിഷ്യൂ പേപ്പർ സൊമാറ്റോ അത് അത് എടുക്കണ്ട, അതവിടെ വെച്ചേക്ക്. തൈരൊക്കെ പോയി. ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം തരും. ഇത് കണ്ടതല്ല, റീയൂസിബിളാണ്. ഓർഡർ പറ്റി സൊമാറ്റോ സലാഡ്. നീ പിടി സലാഡ് ഓർഡർ. അച്ചാർ
അച്ചാറല്ല ചാറ് കറി ബേബി ഇവിടെ നമ്മള് ചോറ് അൺബോക്സിംഗ് ആണ്. വേണ്ട കേട്ടില്ല ഫുഡ് കഴിക്കാൻ പോവാണ്. എന്താ പാടൊന്നും അറിയില്ല. കോയമ്പത്തൂർ അമ്മക്ക് അങ്ങനെയാ. അപ്പൊ നമ്മള് മറിച്ചിടാൻ പോവാണ്. വാ വണ്ടർഫുൾ ഇത് ഉറങ്ങാണ്. ടൈം ഇപ്പം ഏകദേശം 9:00 അപ്പം നമ്മളിന്ന് ട്രെയിൻ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാ. ഇത് ഉറങ്ങാണ്. പിന്നെ ആശ അപ്പുറത്താണ് അതല്ലേ, അപ്പുറത്ത് ഇറക്കുന്ന ആരാ ശ്രീകുട്ടൻ ഗായ്സ്. അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു സൊമാറ്റോന്ന് ഓർഡർ ചെയ്ത്. പക്ഷേ ബിരിയാണി അയച്ചു. ബിരിയാണിൻ്റെ അപ്പം ബിരിയാണി ആയിട്ട് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു, മുട്ട വെച്ചും കറി ഉണ്ടായിരുന്നു. സലാഡ് കോയമ്പത്തൂർന്ന് ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ രാത്രി 10 കഴിഞ്ഞിട്ട് ബാക്കിൻ്റെ രാവിലെ ആയിട്ട് വരാം.